അസ്സലാമലൈക്കും. അപ്പം നമുക്ക് ഇന്നൊരു വഴുതനങ്ങ തോരൻ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. തോരൻ എന്ന് പറയാം, മെഴുക്ക് പുരട്ടി എന്ന് പറയാം, ഒക്കെ പറയാട്ടോ. ഞാൻ ലൈറ്റ് ഇടാൻ പോയതാണ്, ലൈറ്റ് ഇടാൻ മറന്നുപോയി. അപ്പോൾ അതാ നമുക്ക് ഒരു 3 വഴുതനങ്ങ നമുക്ക് ഒന്ന് വേണ്ട 3 വഴുതനങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്തതാണ്. എനിക്ക് ഈ പച്ച വഴുതനങ്ങ കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാനിത് കുഴിച്ചിട്ട് ഒരു മരമേ ഉള്ളൂ, പക്ഷേ നല്ല കായുണ്ട്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക ചെറുതായിട്ട്. നമ്മളൊന്ന് പൊളിച്ചിട്ട് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ, പുഴുക്കേടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. എന്താ കേടൊന്നുമില്ല. അപ്പം നമുക്കിതാ ഇതുപോലെ അരിയാം. വലുതായതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ കീറി ഇതാ ഇതുപോലെ ഉണ്ട് അരിഞ്ഞെടുത്താൽ. തോനെ ചെറുതാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുക്കുക. നിങ്ങൾ കാണുന്നില്ലല്ലേ, വഴുതനങ്ങ മാത്രമേ കാണുന്നുള്ളൂ. ഇതാ ഞാൻ അരിഞ്ഞെടുത്ത് നിങ്ങൾ കണ്ടോ? ഇതാട്ടോ, ഞാനിതൊരു 4 കീറാക്കിയിട്ട് കുറച്ച് വലുതാക്കിയിട്ട് അരിഞ്ഞെടുത്ത്. ഇതിനൊരു കറ ഉണ്ടാവും കേട്ടോ, ഇതൊന്ന് കളയണം. അതിനാ ഞാൻ വെള്ളത്തിലേക്ക് അരിഞ്ഞെടുത്ത്. ഞാനിവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസങ്ങളിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളും ഇതുപോലെയാണോ വെക്കണമെന്നൊന്നും അറിയണമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ഇടുക കേട്ടോ. നമ്മളെ വീട്ടിൽ തന്നെ ആകുമ്പോൾ വിഷമൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാനിത് ചാണകപ്പൊടിയും ചാരം ഇട്ടിട്ട് പിന്നെ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചുണ്ടാക്കിയതാട്ടോ. നല്ല കായ ഉണ്ടാകുന്നുണ്ട്. ഒറ്റ മരമേ ഉള്ളൂ. നല്ല കായ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ ഒരു മരം തന്നെ ധാരാളം മതി കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടി. ഒരു മരം കുഴിച്ചിട്ടിട്ട് അതിന് കുറച്ച് ചാണകപ്പൊടി വാങ്ങി. ചാണകപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് ചാരവും കഞ്ഞിവെള്ളവും പിന്നെ ആക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. കഞ്ഞിവെള്ളം അതേപടി ഒഴിക്കരുത് കേട്ടോ. ഒന്ന് നേർപ്പിച്ചിട്ട്, ഇപ്പോൾ 1 ലിറ്റർ വെള്ളമൊക്കെ ആണെങ്കിൽ അതൊന്ന് എന്താ പറയുക, ഒന്ന് കനല്ലാതാക്കുക. എന്നിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുണ്ടോ, ഈ 3 വഴുതന, ഇതിൻ്റെ തൂക്കപ്പം എനിക്കറിയില്ല കേട്ടോ. ഞാൻ തൂക്കിയിട്ടൊന്നുമില്ല. 3 വഴുതനങ്ങ എടുത്തതേ ഉള്ളൂ. ഇതുണ്ടോ, പിന്നെ ഒരു കറ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് 2-3 പ്രാവശ്യം കഴുകണം കേട്ടോ. 2-3 പ്രാവശ്യം കഴുകുകയാണെങ്കിൽ ആ കറാണ് പോയി കിട്ടും. ഇച്ചിരി ഒരു 2 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണത് നല്ലതാണ്. അപ്പം ഞാനിതൊന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ അതാ ഞാനൊരു 3-4 പ്രാവശ്യം കഴുകി വെള്ളത്തിലിട്ട് വെച്ചാണ്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കൊട്ടയിലേക്ക് ഊറ്റിയിട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കാണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയ സാധനങ്ങളാണ് ഞാൻ അടുത്ത്. കുറച്ച് ചെറിയുള്ളി, ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് തക്കാളി, 2 പച്ചമുളക്, 1 ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. അപ്പോൾ ഇത്രയും സാധനം. ഇനി നമുക്ക് ഇതൊന്ന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് കറ ഉണ്ടെങ്കിൽ ഒന്ന് പോവാനാണ്. കണ്ടോ, ഒരു യെല്ലോ കളറുണ്ട്. അപ്പോൾ അതാ ഞാൻ കഴുകിയൊക്കെ വൃത്തിയാക്കി കൊണ്ടുവന്ന്. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ എന്തൊക്കെ വെച്ചാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഞാൻ കുറേശ്ശെ ഇട്ട് കാണിച്ചു തരാം. ഇതാ മുളക് പൊടി, കുറച്ച് എരിവുള്ള, പിന്നെ നമ്മൾ 2 ചെറിയ പച്ചമുളക് കൊടുത്തിട്ടുണ്ട്.
ഇതാ ലേശം മഞ്ഞൾപ്പൊടി, കുറച്ച് പിന്നെ ഗരം മസാലപ്പൊടി, ഇനി നമുക്ക് ലേശം കുരുമുളക് പൊടി, കുരുമുളക്, ഇനി പാകത്തിന് ഉപ്പ്, ഉപ്പ് പാകത്തിന്, എരിവും ഉപ്പും പാകത്തിന് കേട്ടോ. ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നും കൂടി കുഴച്ചെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ അതിൽ ഇതൊന്ന് പിടിക്കാൻ മാത്രം. ഇതിന് 2 മിനിറ്റ് അവിടെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അങ്ങനെ കുഴച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. വഴുതനങ്ങ പറ്റാത്തവരും തിന്നോളൂ. ഇതൊന്നടക്കാം. നമ്മളിതിൽ ജീരകപ്പൊടി ഇട്ടിട്ടില്ല ഇനി കേട്ടോ. കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇടാം, മറന്നു പോയതാണ്. വലിയ ജീരകം പൊടി. നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കുക, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. ഇപ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി നമുക്കിതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിച്ച് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പം നമുക്ക് ലേശം കടുക് ഇട്ടെടുക്കാം. ഒരു 1/4 സ്പൂണാണ് ഇട്ടാൽ മതി. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ തീ കുറച്ച് ചെയ്നി ഒന്ന് പൊട്ടിയിട്ട് നമുക്ക് ലേശം കറിവേപ്പിൻ്റെ ഇല ഇട്ടോ. ലേശം വെച്ചാൽ ഉണ്ടെങ്കിൽ തോന്നിട്ടോളിട്ടോ, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കറിവേപ്പിൻ്റെ ഇല എത്ര ഇടണമെന്നല്ലത്. ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഞാൻ തക്കാളി ഇട്ട് കൊടുത്ത് കൂടി ഒന്ന് വഴണ്ടി വന്നിട്ട് നമുക്ക് തോനെ എന്താണ് ബ്രൗൺ കളറൊന്നും ആണ്ടട്ട. ഒന്ന് വാടി കിട്ടിയാൽ ഈ തക്കാളി ഉള്ളി. തക്കാളി ചെറിയ പൊളിച്ച് ഇട്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമുള്ള കാര്യമല്ല. ഈ വഴുതനങ്ങ അതിലിട്ട് കൊടുക്കാം. മസാല തേച്ചൊക്കെ വഴുതന ഇതിലേക്ക് ഇട്ട് അപ്പം മുളക്, മഞ്ഞൾ, ഗരം മസാല, ഉപ്പ്, ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും സാധനമൊക്കെ ഇതിലിട്ട് ആരെങ്കിലും കാണാതൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു. ഇനി ഒന്ന് നമുക്ക് അടച്ചു വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ പിന്നെ മേലെ തൂക്കി കൊടുക്കാൻ മതി. കുറച്ചൊരു കുറവ് പോലെ ഉണ്ട്. വെളിച്ചെണ്ണ ഇതിൽ തോന വേണം, കുറച്ചധികം വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ തക്കാളി ഞാൻ പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്നും ചെയ്യണേ, ലൈക്കും ചെയ്യാം. പെട്ടെന്ന് പോകും. വഴുതനങ്ങല്ല ഒന്ന് ചൂട് തട്ടിയാൽ മതി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. എന്നാലോ ഇത് മാത്രം മതി നമുക്ക് ചോറുന്നാൻ. നൂടി ഒന്ന് വന്നാൽ മതി. ഞാൻ റെഡിയായി.
കുറച്ചും കൂടി ഉപ്പ് വേണം, ഉപ്പ് ലേശം കൂടെ. അപ്പം നമ്മളെ മെഴുക്ക് വരട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ഇച്ചിരി കറിവേപ്പിൻ്റെ ഇല ഇട്ട് ഒന്ന് മൂടി വെച്ച് റെഡിയായിന്. അപ്പം അധികം വന്നാൽ ഒരു എന്താ പറയുക, എത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം അത്രേ ഉള്ളൂ. എല്ലാവരോടും നന്ദി, നമസ്കാരം.